ബി.ജെ.പിയുടെ നേതൃത്വ സ്ഥാനത്ത് വരുന്നവരെക്കുറിച്ചും നേതാക്കളായിട്ടുള്ളവരെക്കുറിച്ചും എത്ര വയസ്സ് വരെ നേതാക്കളാകണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ RSSന് വലിയ കൺസെപ്റ്റുണ്ട്. RSS ഡയറക്റ്റ് ഭരിക്കുന്നില്ല, ഒരു സംസ്ഥാനത്തിലും ഭരിക്കുന്നില്ല, രാജ്യത്തും ഭരിക്കുന്നില്ല. ഭരിക്കുന്നത് RSSൽ വന്നിട്ടുള്ള സംഘപ്രവർത്തകർ പലതും. ഇപ്പം വളരെ ചെറിയ പ്രായത്തിലെ സംഘപ്രവർത്തകനായിരുന്നു, RSSൻ്റെ പ്രവർത്തകനായിരുന്നു നരേന്ദ്രമോദി. വളരെ ചെറിയ പ്രായത്തിലെ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് അമിത്ഷാ. അങ്ങനെ എല്ലാവരും ആരെ എടുത്താലും വലിയ നേതാക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ RSSുമായി നന്നായി ചെറിയ പ്രായത്തിൽ പ്രവർത്തിച്ചവരാണ്. പക്ഷേ എന്ന് വിചാരിച്ച് അവർ സ്ഥാനത്ത് വരുമ്പോൾ സമ്പൂർണ്ണമായി RSS അല്ല നിയന്ത്രിക്കുന്നത്, എന്നാൽ ഒരു ഡയറക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാറുമുണ്ട്. ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിൽ പോയി മോഹൻ ഭഗവത്തിനെ കാണുകയുണ്ടായി, RSS കാര്യാലയത്തിൽ പോയി കാണുകയുണ്ടായി. ആ കണ്ടതിന് ശേഷം നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ മോഹൻ ഭഗവത് പറഞ്ഞു, 75 വയസ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നേതാക്കൾക്ക്. അത് മോഡി ഉദ്ദേശിച്ചല്ല പറഞ്ഞു, നേതാക്കൾക്ക് 75 വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ഈ ഭരണത്തിൽ ഇപ്പോൾ ഉള്ള മോഡി ഗവൺമെൻറ്റിന് കഴിയുമ്പോൾ മോഡിക്ക് 75 വയസ്സ് കഴിയും. അപ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ സ്ഥാനം കൊടുക്കില്ലേ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട്. മോഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടയ്ക്കിടെ പോയി സന്യാസ ജീവിതം പോലുള്ള യോഗിമാരെ പോലുള്ള ജീവിതമാണ്, മഹർഷതുല്യമായ ജീവിതമാണ്. നന്നായി യോഗ ചെയ്യുന്ന ആളാണ്, ധാരാളം എക്സർസൈസുകൾ ചെയ്യുന്ന ആളാണ്, പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു സന്യാസിയുടെ ജീവിത ശൈലിയാണ്. 10-18 മണിക്കൂർ ജോലി ചെയ്യും, വിവാഹം കഴിച്ചെങ്കിലും കുടുംബജീവിതം നയിച്ചിട്ടില്ല, അമ്മ മരിച്ചുപോയി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സന്യാസിയാകാനുള്ള ഒരു രീതിയുണ്ട്. മാത്രമല്ല ഹിന്ദു ആചാരമനുസരിച്ച്, സനാതനധർമ്മം അനുസരിച്ച് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നാണല്ലോ എല്ലാവർക്കും പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസത്തിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ഒത്തിരി ആളുകൾ, നിതിൻ ഗഡ്കരിയുണ്ട്, അതുപോലെ തന്നെ തുടങ്ങിയ ആളുകളുണ്ട്, യോഗി ആദിത്യനാഥ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഉണ്ട്, പിന്നെ അടുത്ത പരമ്പരയിൽപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് പ്രധാനമന്ത്രിയാകാൻ. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പിന്നെ നിർമ്മല സീതാരാമനെ പോലുള്ള വലിയ നേതാക്കളുണ്ട്, ജയശങ്കറുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ വലിയ നേതാക്കളുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് നേതാക്കളുടെ ക്ഷാമമൊന്നുമില്ല, തീർച്ചയായിട്ടും വലിയ പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ആരാണാവുക? പിന്നെ പട്നായിക്കുണ്ട്, നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുണ്ട്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, വലിയ വലിയ നേതാക്കളുണ്ട്. ആ നേതാക്കളിൽ ആരെങ്കിലും ആകുമോ? സമ്പൂർണ്ണമായും മോഡി സന്യാസത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ചർച്ചയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സമ്പൂർണ്ണമായും ഈ കാലയളവ് നടപ്പിലാക്കിയതിന് ശേഷം അദ്ദേഹം ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമോ, അതോ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് പാർട്ടി അധികാരത്തിലേറ്റിയ ശേഷം പോകുമോ? ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയ മാറ്റമാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷക്കാലം കൊണ്ട് മൂന്നാമത്തെ ടേമിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ വലിയ മാറ്റമാണ്. അത് ആളുകൾക്ക് ലാട്രിൻ കൊടുക്കുന്ന കഥ മുതൽ തുടങ്ങിയാൽ, ആളുകൾക്ക് സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതും, ലാട്രിൻ കൊടുക്കുന്നതും, മുദ്രാ ലോൺ കൊടുക്കുന്നതും, അതുപോലെ ജനകീയമായിട്ടുള്ള മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്നതുമായ വളരെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മുതൽ ആണ് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് വരെയും, അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കുന്ന വരെയുമുള്ള, ഡിജിറ്റൽ ഇന്ത്യ വരെയുള്ള, മേക്ക് ഇൻ ഇന്ത്യ വരെയുള്ള വളരെ അത്യാധുനികമായ രീതിയിലുമൊക്കെ ഇന്ത്യ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് തന്നെ അവകാശപ്പെടാവുന്നതാണ്. അതുകൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2047 പോകണം, അല്ലെങ്കിൽ ഇന്ത്യ 2050 വലിയ രാജ്യമാക്കണം. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ആകുമ്പോൾ 100 വർഷമാകും. അപ്പോൾ ഇന്ത്യയെ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാക്കണമെന്ന് ചിന്തിച്ചിരുന്നു. 2025 ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകും, 2000 ആകും, 25 തീർച്ചയായിട്ടും ആകുമെന്നായിരുന്നു പ്രവചനം പോലും ഉണ്ടായിരുന്നു. ആ പ്രവചനമൊക്കെ ഇപ്പോൾ കറക്റ്റായി വരുന്നു. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായി, പ്രത്യേകിച്ച് അമേരിക്ക, ചൈന കഴിഞ്ഞാൽ മൂന്നാമത്തെ ശക്തി, ഇപ്പോൾ ജർമ്മനിയുണ്ട്, ജപ്പാൻ ഉണ്ടായിരുന്നു, അതിനെ കവർ ചെയ്തു നമ്മൾ. ജർമ്മനിയുണ്ട്, മൂന്നാമത്തെ ശക്തിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ വളരുമ്പോഴും ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ 25 കോടി ആളുകൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റിയെന്നാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ മോഡി പ്രസ്താവിച്ചത്. അപ്പോൾ ഒരു വശത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു, മറുവശത്ത് ഹൈടെക്കിനുള്ള പരിപാടികൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം നടന്നു വരികയാണ്. എന്തായാലും മോഡി സന്യാസത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചർച്ച വളരെ സജീവമായി എയറിലുണ്ട്.